അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ISROയിലേക്ക്, അതായത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിവിധ പോസ്റ്റുകളിലേക്ക് നമ്മുടെ ഫയർമാൻ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രൈവർ, അങ്ങനെ നിരവധി പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേക്കൻസി വീണ്ടും ഇൻക്രീസ് ആവാനായിട്ട് പോകുന്നുണ്ട്. വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപേക്ഷ വീണ്ടും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ നോട്ടീസാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ അപേക്ഷ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ചധികം വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് ചെയ്ത ഇൻക്രീസ് ചെയ്ത വേക്കൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 24/9/2025 വീണ്ടും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുൻപ് അപേക്ഷിച്ചവർ എന്ത് ചെയ്യേണ്ട, അപ്ലൈ ചെയ്യേണ്ട. അപേക്ഷിക്കാൻ വിട്ടുപോയാൽ മറന്നുപോയവർ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 24/9/2025 മുതൽ 8/10/2025 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, മുൻപ് വന്ന നോട്ടിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആകെ അപേക്ഷാ ഡേറ്റിലാണ് മാറ്റം വരുന്നത്. അപ്പോൾ അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെ ആവശ്യമുള്ളത്, യോഗ്യത കാര്യങ്ങൾ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് തിരുവനന്തപുരത്തേക്കാണ് അപേക്ഷ പുതുതായിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഈ ഡേറ്റ് ഒന്നും നോക്കണ്ട കേട്ടോ. ഈ ഡേറ്റ് മുൻപ് വന്ന ഡേറ്റാണ് കാണിക്കുന്നത്, അത് നോക്കണ്ട. നമുക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. അസിസ്റ്റൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വേണം 60% മാർക്കോട് കൂടി. പിന്നെ ഹിന്ദി ടൈപ്പ് റൈറ്റിങ്ങും കമ്പ്യൂട്ടറിലുള്ള അറിവും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അന്ന് 2 ഒഴിവുകളായിരുന്നു ഉള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും 3 വർഷത്തെ എക്സ്പീരിയൻസോടുകൂടിയുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആയിരുന്നു അപേക്ഷിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വേക്കൻസി 5 ആയിരുന്നു അന്ന് പറഞ്ഞത്. ഇപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. വേക്കൻസി ചെറിയ രീതിയിൽ, വലുതായിട്ടൊന്നും കൂടിയില്ല, ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. എന്നാൽ അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർക്ക്, വിട്ടുപോയവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഹെവി വെഹിക്കിൾ ഉണ്ടായിരുന്നു. ഹെവി വെഹിക്കിളിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഫയർമാൻ പോസ്റ്റ് ഉണ്ട്. ഫയർമാൻ കാണാൻ സാധിക്കുന്നതാണ്. ഫയർമാൻ 3 ഒഴിവായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സാണ് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുക്ക് കാണാൻ സാധിക്കും. കുക്കിന് SSLC ആണ് വിദ്യാഭ്യാസ യോഗ്യത. SSLCൻ്റെ കൂടെ 5 വർഷത്തെ എക്സ്പീരിയൻസ് കുക്കിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അപേക്ഷ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതിന് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് ഓരോരുത്തർക്കും ഉള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് ആകുമ്പോൾ, ജനറൽ ആകുമ്പോൾ 28 വയസ്സ് വരെ അപേക്ഷിക്കാം. ഒരു OBC SC ST എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നും നമ്മൾ പറയുന്നില്ല, ജനറൽ മാത്രം പറയാം. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് ഇവിടെ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റിന് 28 പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനാണെങ്കിൽ 35 വയസ്സ് വരെ അപേക്ഷിക്കാം. പിന്നെ ഹെവി വെഹിക്കിളിനാണെങ്കിൽ 35 വയസ്സ് വരെ അപേക്ഷിക്കാം. ഫയർമാൻ 25 വയസ്സ് വരെയാണ് കേട്ടോ പറയുന്നത്. OBC ഏജ് റിലാക്സേഷൻ ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുക്കിന് 35 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇതാണ് ഏജ് ക്രൈറ്റീരിയ. അപ്പോൾ അപേക്ഷ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. പിന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ തുടങ്ങും. മറ്റൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല, അപേക്ഷ തുടങ്ങിയിട്ടില്ല. ഈ മാസം 24-നാണ് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്.